ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഏതാ, ലെറ്റ്സ് റീഡ് ദ പിക്ചർ അല്ലെ. അപ്പൊ അത്രയും സിമ്പിൾ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ, രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതിൽ ഒന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു ബാർ ഡയഗ്രം ആയിരിക്കും. അപ്പൊ ഡയഗ്രം ആണ്. ആ ഡയഗ്രം തന്നിട്ട് എന്താക്കിയിട്ടുണ്ടായിരുന്നു, നമ്മള് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് മുൻപേ ഉള്ള ക്ലാസ്സിൽ നമ്മൾ അത് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറയുന്ന ഒരു കാര്യമായിരിക്കും എന്താ, ആ ഒരു ടാബിൾ തന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഈ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ടാബിളിലും അതേപോലെ ബാർ ഡയഗ്രത്തിലും ഒക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നേ? ഒരു വലിയ പ്രോബ്ലത്തിനെ ചെറുതാക്കി ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനെയുള്ള ടേബിളും അതേപോലെ ബാർ ഡയഗ്രം ഒക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടേബിളിലേക്കാണ് മിസ് ആദ്യം തന്നെ പോകുന്നത്. ഒരു കാരണവശാലും മെയിൻ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം പോലെ എന്റെ മക്കൾ വിടാൻ പാടില്ല. ഓക്കെ, റെഡി? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാം. സിമ്പിൾ ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യം തന്നെയാണ് കേട്ടോ മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ തന്നെ എന്റെ കുട്ടിക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും എന്ത്, ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ആകെ സ്കോർ കണ്ടുപിടിക്കണം. ഇവിടെ ടേബിൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താന്ന് മിസ് പറഞ്ഞുതരാം. അപ്പൊ മിസ്സിന്റെ സ്കൂളില് മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതാ നിങ്ങൾ എല്ലാ ആൾക്കാരും എന്താക്കുവാണ്, ഒരു ക്വിസ് മത്സരത്തിന് പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ക്വിസ് മത്സരത്തിന് ABCD എന്ന് പറഞ്ഞ 4 ടീമുകളുണ്ട്. അപ്പൊ ടീമിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ക്വിസ് മത്സരത്തിന് സ്കോർ ഇടാൻ പോവാണ്. ആ സ്കോർ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇങ്ങനെ ഇട്ടാൽ എങ്ങനെയാ എനിക്ക് മാർക്ക് മനസ്സിലാവുക? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്റെ കുട്ടിക്ക്. സ്റ്റാറുകളും ട്രയാങ്കിളും ഒക്കെ ആണോ നിങ്ങൾ സ്കോറിൽ കൊടുക്കുന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞു ഹിന്റ് കൂടെ തരും. എന്താ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ കേട്ടോ, ഒരു സ്റ്റാർ 10 പോയിന്റ്സ് ആണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കാം, ഒരു ട്രയാങ്കിള് 5 പോയിന്റ്സ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്താക്കി കൊണ്ടുവരാം, ആ ടേബിളിലുള്ള ഓരോ മാർക്കുകളും എഴുതി കൊണ്ടുവരാം. അപ്പൊ 10 പോയിന്റ് 5 പോയിന്റും ആക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോരോ ആൾക്കാർക്കും എത്ര കിട്ടിയെന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അപ്പൊ മിസ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇതില് ഒരു സ്റ്റാറിന് 10 മാർക്കാ. അങ്ങനെ എത്ര ആൾക്കാരുണ്ടടാ? വീണ്ടും 10 മാർക്ക്, 10 സെറ്റ് അല്ലേ? അപ്പൊ ഇവിടെ തന്നെ എത്രയായി? ഓൾറെഡി 40 ആയി ഇവിടെ തന്നെ അല്ലെ. ഇനി അടുത്തത് നോക്കിക്കേ എന്റെ മക്കള്, ഇവിടെ 5 ആണ് ഒരു ട്രയാങ്കിളിന്റെ മാർക്ക്. അപ്പൊ 5 അല്ലെ. അപ്പൊ 4 തവണ 5 വന്നാൽ എത്രയായി മൊത്തത്തില്? അവിടെ 20 മാർക്കായി. അപ്പൊ ടോട്ടൽ എത്ര വരും? ടോട്ടൽ ഈ 40ഉം 20ഉം കൂടെ ആകെ 60 സ്കോർ ആയി. സിമ്പിൾ ആണേ, വളരെ സിമ്പിൾ ആയിട്ടാണ് മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അടുത്ത് നോക്കിക്കേ, 10. അപ്പൊ ആകെ എത്ര വരും? ഇവിടെ 30 എന്ന് വന്നു. ഇവിടെ തന്നെ നമുക്ക് സ്റ്റാറുകളുടെ എണ്ണം 30 എന്ന് കിട്ടി സ്കോർ. ഇനി ട്രയാങ്കിൾ നോക്കിക്കേ, 5. അപ്പൊ ആകെ 10 വന്നു. അപ്പൊ 30ഉം 10ഉം കൂടെ 40 എന്ന് കിട്ടിയിട്ടുണ്ടാവും. സിമ്പിൾ ആണേ. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തത് 10. അപ്പൊ കുറെ 10 ഉണ്ട് ഇവിടെ. നോക്കിക്കേ, C എന്നുള്ള ഗ്രൂപ്പിലാണ് 1 2 3 4 5. 5 10 മാർക്ക് എന്ന് പറഞ്ഞാല് എത്ര ഉണ്ടാവും? 50 ഉണ്ട്. ടോട്ടൽ 50 ആയി. ഇനി നോക്കിക്കേ, ഇവിടെ 5 എന്ന് പറഞ്ഞാൽ 15 മാർക്കും ഉണ്ട് ട്രയാങ്കിൾ എണ്ണം കൂട്ടുമ്പോ. അപ്പൊ ഇവിടെ 50ഉം 15ഉം കൂടെ ആകെ 65 മാർക്കായിരിക്കും C എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പിന് എത്ര ഉണ്ടാവും? 10ഉം 20 മാർക്ക് സ്റ്റാറിന് നമ്മൾ കൊടുത്തു. ഇനി അവിടുത്തെ നോക്കിക്കേ, 5 എന്ന് പറഞ്ഞാല് 15 മാർക്ക്. സെറ്റ് അല്ലേ? 20ഉം 15 കൂടെ ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 35 എന്ന് കിട്ടി. അപ്പൊ ഓരോരോ ടീമിനുള്ള മാർക്ക് നമുക്ക് എന്താക്കാൻ പറ്റി? കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ അത്രയും വലിയൊരു മാർക്കാണ് നമ്മൾ എന്താക്കിയത്? കുഞ്ഞായിട്ടുള്ള സ്റ്റാറുകളും അതേപോലെ ട്രയാങ്കിളും യൂസ് ചെയ്തിട്ട് നമുക്കൊരു കുഞ്ഞു ടേബിളിൽ പറയാൻ പറ്റിയത്. ഓക്കെ, അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വിവരിക്കാത്തത്. ഇതേപോലെ ഒരു ചോദ്യം തരികയാണെങ്കിൽ എന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൽ അത്രയേ ഉള്ളൂ, ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളോടൊപ്പം ചോദിക്കുക, A എന്ന് പറഞ്ഞ ടീമിന് എത്ര മാർക്ക് കിട്ടി? അപ്പൊ നമുക്ക് എന്ത് പറയാം? 60 മാർക്ക് കിട്ടി. അതേപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചു, ABCD എന്ന് പറഞ്ഞ 4 ഗ്രൂപ്പിനും കൂടെ ആകെ എത്ര സ്കോർ കിട്ടിയെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഈ ഒരു ടേബിളിൽ തന്നെ എന്താക്കാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ടാണെങ്കിൽ മിസ് അടുത്തൊരു ചോദ്യം തരാം. ഇവിടെ നിങ്ങളെ പോലെ തന്നെ സ്കൂളില് എന്താ 5A ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഉണ്ടാവില്ലേ? 5A 5B 5C 5D ഇങ്ങനെ 4 ഡിവിഷനിൽ പഠിക്കുന്ന കുട്ടികളുടെ ഓരോരുത്തരുടെ ചിത്രം തന്നിട്ടുണ്ട്.
ഇവിടെ നോക്കിക്കേ, ഇതൊക്കെ ബോയ്സ് ആണ് കേട്ടോ. അപ്പൊ ഓരോരുത്തർ ഇത് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബോയ്സ് ആണ്. അതേപോലെ ഇവിടെ ഉള്ളത് ആരാ? ഇത് ഗേൾസ് ആണ്. സെറ്റാണേ. ഇനി നോക്കിക്കേ 5A-യില് ഇങ്ങനെ ബോയ്സും അതേപോലെ ഗേൾസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കേ ആകെ 4 ബോയ്സേ ഉള്ളൂ. ഇല്ല, അതിന് പകരമായിട്ട് നമുക്കൊരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താ? ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ബോയുടെ പിക്ചർ അല്ലെ, ഒരു ബോയുടെ പിക്ചർ എന്ന് പറഞ്ഞാല് 5 ബോയ്സിന് തുല്യമാണ്. നോക്കണേ, ഒരു ചിത്രം 5 ബോയ്സിന് തുല്യമാണ്. അതേപോലെ ഒരു ഗേളിന്റെ ചിത്രം 5 ഗേൾസിന് തുല്യമാണ്. അപ്പൊ നോക്കിക്കേ ഇവിടെ എന്തായിരിക്കും വരിക? ഇത് 5 ആൾക്കാർക്ക് തുല്യമാണ്. ഒരാളെ ചിത്രം 5 ആൾക്കാർക്ക് തുല്യമാണ്. അപ്പൊ ഇതാ ഇവിടെ 5 ആയി. ഇവിടെ 5 ബോയ്സ് വന്നു. അടുത്തത് 5 ബോയ്സ്, അടുത്തത് 5 ബോയ്സ്, അടുത്തത് 5 ബോയ്സ്. അങ്ങനെ ഇതോ അതേപോലെ തന്നെയാണ് അല്ലെ. ഒരു ചിത്രം 5 ഗേൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും 5 ഗേൾസ്, 5 5. അപ്പൊ ടോട്ടൽ ആയിട്ട് എത്ര ഉണ്ടായിരിക്കും? 5 5 5 5 4 തവണ 5 വന്നാല് 20 ബോയ്സ് വന്നു ഇവിടെ അല്ലെ. അപ്പൊ അതേ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? 20 ഗേൾസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ടാവും എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേപോലെ എന്റെ കുട്ടിക്ക് ഈ ടേബിൾ മൊത്തം ഫില്ല് ചെയ്യാൻ പറ്റില്ലേ? ഓരോന്ന് എണ്ണി നോക്കിയിട്ട് ഇതേപോലെ കൂട്ടി നോക്കി എഴുതാം. പക്ഷെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇതാണ്, എന്താ? ആൺകുട്ടികളുടെ ആകെ എണ്ണത്തെക്കാൾ എത്ര കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം? ഇതാണ് ഇന്നത്തെ ചോദ്യം. എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ആ ടേബിളില് മൊത്തം ആൺകുട്ടികളുടെ മൊത്തം പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. എന്നിട്ട് ആൺകുട്ടികളുടെ ആകെ എണ്ണത്തെക്കാൾ എത്ര കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് വെച്ചാല് ഇത് കൂട്ടി നോക്കിയിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓടി വന്ന് നമ്മളെ കമന്റ് ബോക്സിൽ പറയുന്ന മിസ്സിന് അറിയാം. ഓക്കെ, റെഡി ആണെങ്കിൽ എന്റെ എല്ലാ മക്കളും, സൈലത്തിന്റെ 5ാം ക്ലാസ്സിലെ എല്ലാ മക്കളും നിങ്ങളുടെ എനർജി മൊത്തം നിങ്ങളെ കമന്റ് ബോക്സിൽ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള ഈസി ചാപ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.